സ്നേഹമുള്ളവരെ, പണ്ടൊക്കെ ഇൻ്റർനെറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ കത്തുകൾ മുഖേനയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. ഈ കത്തുകളിലൊക്കെ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഒരു വാചകമുണ്ടായിരുന്നു: ഇവിടെ എല്ലാവർക്കും സുഖമാണ്, അവിടെയും അങ്ങനെ തന്നെ എന്ന് കരുതുന്നു. പലപ്പോഴും ഈ വാചകം നമ്മൾ വെറും ഫോർമാലിറ്റി ആയിട്ട് ഒരു ഉപചാരത്തിൻ്റെ പേരിൽ എഴുതിയിരുന്നതാണെങ്കിലും അതുവഴി പലപ്പോഴും മറ്റൊരു കാര്യം കൂടി നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്: അപ്പുറത്ത് ആയിരിക്കുന്ന വ്യക്തിക്ക് സുഖം തന്നെയാണ്, അല്ലെങ്കിൽ അയാളെ പ്രതി ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ഏതാണ്ട് ഇതുപോലെയാണ് യോഹന്നാനും യേശു ഒരു സന്ദേശം നൽകുന്നത്. യോഹന്നാൻ തൻ്റെ സംശയം ചോദിക്കുന്നത് കാരാഗൃഹത്തിൽ നിന്ന്. അതിന് യോഹന്നാന് തൻ്റെതായിട്ടുള്ള കാരണവുമുണ്ടായിരുന്നു. കാരണം താൻ മാനസാന്തരം പ്രഘോഷിച്ചതുപോലെയല്ല യേശു സുവിശേഷം പ്രഘോഷിക്കുന്നത്. യേശുവിൻ്റെ രൂപത്തിലും ഭാവത്തിലും വാക്കുകളിലുമൊക്കെ അവൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചില അടയാളങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. അവിടെ സംഭവിക്കുന്ന അടയാളങ്ങളെപ്പറ്റി. മിശിഹ ചെയ്യുമെന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു അടയാളമാണ് യോഹന്നാന് യേശു നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, യോഹന്നാനോട് യേശു പറയുന്നു, ഇവിടെ എല്ലാം നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നു, ഇതിനെപ്പറ്റി യാതൊരു ഉത്കണ്ഠയും നിനക്ക് ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് യേശു യോഹന്നാന് സാക്ഷ്യം നൽകുന്നത്. അതുവഴി യേശു തന്നെ അനുഗമിക്കുന്ന മനുഷ്യർക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. യോഹന്നാൻ പ്രഘോഷിച്ച മാനസാന്തരത്തിൻ്റെ, നവീകരണത്തിൻ്റെ അതേ സുവിശേഷം തന്നെയാണ് യേശുവും പ്രഘോഷിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ തുടർന്നുകൊണ്ട് പോകുന്നത്. മറ്റൊരു രീതിയിൽ യേശു അവരെ അതുവഴി ആ വിശ്വാസത്തിൽ, അവരുടെ ശിഷ്യത്വത്തിൽ സ്ഥിരപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങളാണ് സഭ ഇവിടെ നമ്മോട് പറയുന്നത്. ഒന്ന് സാക്ഷ്യം നൽകുന്നതിനെപ്പറ്റി, മറ്റൊന്ന് ഉറപ്പിനെപ്പറ്റി. ഈ ഉറപ്പ് എന്നുള്ളത് പ്രത്യാശ തന്നെയാണ്. ആഗമനകാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ കേൾക്കുന്നത് സന്തോഷിക്കുക എന്നുള്ളത്. ലാറ്റിൻ ഭാഷയിൽ അതിന് ഗൗദേത്തെ എന്ന് പറയും. എന്തിനെപ്പറ്റിയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്? പ്രത്യേകിച്ച് സന്തോഷം എന്നുള്ളത് വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളിൽ ഒതുങ്ങുമ്പോൾ എവിടെയാണ് നമ്മൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്തേണ്ടത്? സുവിശേഷം പറയും, ഈ സന്തോഷം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നീതിബോധം, അല്ലെങ്കിൽ സുവിശേഷ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ജീവിതം, അതിനോടൊക്കെ അനുബന്ധിച്ച് ഇരിക്കുന്നു. സന്തോഷം നമ്മിൽ നിറയുന്നത് പരസ്പരം മനസ്സിലാക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ, സുവിശേഷത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോഴാണ്. യോഹന്നാന് യേശു ഉറപ്പ് നൽകിയതുപോലെ, ശക്തിപ്പെടുത്തിയതുപോലെ, അയാളുടെ കാരാഗൃഹത്തിൽ, അയാളുടെ സംശയത്തിൽ, അതുപോലെ തന്നെ അനുഗമിച്ച മനുഷ്യർക്ക് സുവിശേഷത്തെപ്പറ്റി, ദൈവരാജ്യത്തെപ്പറ്റി ഉറപ്പ് നൽകുമ്പോൾ അവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഈ സന്തോഷം യേശു പകർന്നു നൽകുകയാണ്. അതുവഴി യേശു മനുഷ്യർക്ക് ജീവിക്കുവാനായിട്ടുള്ള പുതിയ ശക്തിയും നൽകുകയാണ്, അവനോടൊപ്പം, അവനോട് ചേർന്ന് നടക്കുവാനായിട്ട്. അങ്ങനെ ആ സുവിശേഷത്തിൻ്റെ വഴിയിലായിരിക്കുമ്പോൾ നമുക്കും പറയാൻ സാധിക്കും, ഇവിടെ കാര്യങ്ങളെല്ലാം ശുഭമായിട്ട് പോകുന്നു. സ്നേഹമുള്ളവരെ, നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. അവിടെ സംശയങ്ങൾ വരാം, ചോദ്യങ്ങളുണ്ടാകാം. അവിടെയൊക്കെ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ, പ്രത്യാശയുടെ ഉറപ്പിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കട്ടെ. അതുവഴി ദൈവരാജ്യത്തിന് സാക്ഷ്യം നൽകുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അതിന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.